ഹരി ഓം. ഏവർക്കും അവിടുത്തെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഞാൻ ദേവനന്ദു. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഏപ്രിൽ മാസഫലമാണ്. മേടം മുതൽ മീനം വരെയുള്ള ഓരോ രാശിക്കാർക്കും എന്തൊക്കെ ഫലങ്ങളാണ് വരിക, എന്തൊക്കെ കാര്യങ്ങളാണ് നാം ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെ ശ്രദ്ധിച്ചു പോയാലാണ് നമുക്ക് എന്ത് ചെയ്യാം, ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കുക, അല്ലെങ്കിൽ ഒരു ഉയർച്ചയിലേക്ക് എത്താൻ സാധിക്കുക എന്നുള്ള കാര്യങ്ങളാണല്ലോ എല്ലാ മാസവും നമ്മൾ സംസാരിക്കുക. അതുകൊണ്ട് ഈ മാസവും ഏപ്രിൽ മാസത്തില് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നൊക്കെ നമുക്ക് വളരെ വിശദമായിട്ട് നോക്കാം കേട്ടോ. അപ്പൊ ആദ്യമായിട്ട് നമ്മളെ ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൺ കൂടെ അമർത്തിക്കോളൂ കേട്ടോ. അപ്പൊ നമ്മൾ ഇന്ന് വീഡിയോസ് അപ്പൊ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് അധികം താമസിക്കില്ല, വീഡിയോയ്ക്ക് കിടക്കാം. മീനരാശി പൊരുട്ടാതി കാലം ഉത്രട്ടാതി രേവതി അടങ്ങുന്ന രണ്ടാമത് നക്ഷത്രമാണ് മീനരാശി എന്ന് പറയുന്നത് അല്ലെ. മീനരാശിക്കാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ വ്യാഴവും ശുക്രനും രാശി മാറി മാറി നിൽക്കും അല്ലെ. വ്യാഴത്തിന്റെ ക്ഷേത്രത്തിൽ ശുക്രനും, ശുക്രന്റെ ക്ഷേത്രത്തിൽ വ്യാഴം എന്ന സമയമാണ് ജന്മശനി സമയമാണ് അല്ലെ. ശുക്രനും അതുപോലെ തന്നെ ബുധന്, സൂര്യൻ, രാഹു, ശനി ഇവരെല്ലാം എന്താണ് തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന സമയമാണ് അല്ലെ. എന്നുവെച്ചാൽ മീനരാശിയിലാണ് ഇവരെല്ലാം നിൽക്കുക. അതുപോലെ നമുക്ക് ഈ ടൈം എന്ന് പറഞ്ഞാൽ നമുക്ക് തീരുമാനങ്ങളൊന്നും എടുക്കാൻ അത്ര നല്ല സമയമൊന്നും അല്ല ഈ ടൈം എന്ന് പറഞ്ഞാൽ. കുജനെ നോക്കിക്കഴിഞ്ഞാൽ നീചത്തിലാണ് നിൽക്കുക, വ്യാഴം നോക്കിക്കഴിഞ്ഞാൽ 3-ലാണ് നിൽക്കുക. സോ 1-ലാണ് രാഹു, നമുക്ക് ശനി ആയാലും 1-ലാണ്. മൊത്തത്തിൽ കൺഫ്യൂഷൻസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ടൈം ആയിരിക്കും, മൊത്തത്തിൽ ഒരു കുഴപ്പം നിറഞ്ഞ സമയമായിരിക്കും ഈ ഒരു ടൈം ഏപ്രിൽ മാസം എന്ന് പറയുക. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇത്ര നാളും എന്ന് പറയുന്നത് ഈ ശനി വരുന്ന മുമ്പ് വരെ രാഹു ഉണ്ടായിരുന്നു ഇവിടെ മീനത്തില്. രാഹു ഈ മീനത്തിൽ നിൽക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി മൊത്തം കൺഫ്യൂഷൻ ആയിരിക്കും, മൊത്തം ബ്ലാക്ക്, ഒരു മൊത്തത്തിൽ ഒരു ഇരുട്ടായിരിക്കും. ഓക്കെ, മൊത്തം ഒരു ഇരുണ്ട മുറിയായിരിക്കും. ഓക്കെ, ഈ തലയ്ക്ക് മുകളിൽ നിന്ന് നമ്മൾ എന്താണ് കണ്ണും കെട്ടി വിട്ടേക്കുവാണ് രാഹു എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് എന്താ ചെയ്യേണ്ടെന്ന് അറിയില്ല, എങ്ങോട്ടാണ് പോകേണ്ടെന്ന് അറിയില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും വരിക. ഒരു കൺഫ്യൂഷൻ, മൊത്തം ഒരു ഡിസ്ട്രാക്ഷൻ, കൺഫ്യൂഷൻസ് ഒക്കെ നിറഞ്ഞ സമയമായിരിക്കും രാഹു മീനത്തിൽ വരുമ്പോൾ. അതേപോലെ തന്നെ എന്താണ് ഈ ശനി മീനത്തിലേക്ക് ഇപ്പൊ കയറി അല്ലെ. ശനി മീനത്തിലോട്ട് കയറുമ്പോൾ ജന്മശനിയായപ്പോ എന്ത് സംഭവിച്ചു? നല്ല ഭാരം, തലയ്ക്ക് മുകളിൽ നല്ല ഭാരം വരും. ഓക്കെ, നല്ല ഭാരം എന്ന് വെച്ചാൽ നല്ല വെയിറ്റ്. നേരത്തെ രാഹുവിന്റെ കണ്ണുകെട്ടം ഉണ്ടായിരുന്നുള്ളൂ, ആ കൂടെ ഇപ്പൊ എന്താണ് ഒരു ഭാരം കൂടി തലയ്ക്ക് മുകളിൽ കയറി. ഓക്കെ, തലയ്ക്ക് മുകളില് നമ്മളെ കൊണ്ട് എടുത്താ പോകൂലാത്ത കൂട്ടൊരു ഭാരം കയറിയ അവസ്ഥയായിരിക്കും ശനി മീനത്തിലേക്ക് വന്നപ്പോ. ഓക്കെ, ഇപ്പൊ ഓട്ടോമാറ്റിക്കലി ഈ ഒരു ടൈമിൽ ഏപ്രിൽ മാസത്തിൽ നമ്മൾ നോക്കുമ്പോൾ തൊഴിൽ സംബന്ധമൊക്കെ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്തൊരു കാര്യം എടുത്തു ചാടി ഓരോ കാര്യങ്ങൾ ചെയ്യാതെ റിലാക്സ് ആയിട്ടിരിക്കുക. ഇവിടെ റിലാക്സ് ആയിട്ടിരുന്നാലേ നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ നമുക്ക് സോൾവ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഒരു കാര്യത്തിനും ഓവർ റിയാക്റ്റ് ആവാതിരിക്കുക, പെട്ടെന്ന് എടുത്തു ചാടി ഒരു കാര്യം തീരുമാനിക്കുക, ഒരു റിയാക്ഷൻ എടുക്കാതിരിക്കുക. കാരണം എന്താ, എടുത്താൽ നിങ്ങളുടെ കണ്ണും കെട്ടി വെച്ചേക്കുവാണ്, നിങ്ങളുടെ മുകളിൽ തലയ്ക്ക് മുകളിൽ ഭാരമുണ്ട്. സോ നിങ്ങൾ റിയാക്ട് ചെയ്ത് നിങ്ങൾക്ക് തന്നെ ഡേഞ്ചറായി വരിക. സോ എന്ത് ചെയ്യുക, അവിടെ റിയാക്ട് ചെയ്യാതിരിക്കുക, ഒരു ഡിസിഷനും കണ്ണും മൂടി എടുക്കാതിരിക്കുക, പെട്ടെന്ന് എടുത്തിയാടി വേഗത്തിൽ ഒരു തീരുമാനം എടുക്കാതിരിക്കുക, നന്നായി ചിന്തിക്കുക. നന്നായി ചിന്തിക്കുക. ഓക്കെ, ഇൻവെസ്റ്റ്മെന്റ് സൈഡിലൊക്കെ നോക്കുമ്പോൾ നല്ല ശ്രദ്ധ വേണം. കാരണം 3-ൽ വ്യാഴം നിൽക്കുന്നതാണ്. അതുപോലെ 8-ാം ഭാവാധിപനായ ശുക്രൻ ആരാണ്, ഇവിടെ ജന്മത്തിൽ വരുന്ന സമയമാണ്. സോ നമ്മുടെ ആശകളൊക്കെ അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ ആശകളെയൊക്കെ ഇങ്ങനെ തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള സംസാരങ്ങള്, വാർത്തകളൊക്കെ കേൾക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളിലേക്ക് വരും. ഓക്കെ, നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ആശകളും നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന വികാരങ്ങളൊക്കെ ഇങ്ങനെ പൊത്തിയടിക്കുന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്, സംസാരങ്ങൾ വരാൻ സാധ്യത കൂടുതലാണ്. സോ ആ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക, നമ്മൾ റിലാക്സ് ആയിട്ട് പേഷ്യൻ്റ് ആയിട്ടിരിക്കുക. അതുപോലെ ഫാമിലി, കുടുംബജീവിതമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കുജനെ നോക്കിക്കഴിഞ്ഞാൽ നീചത്തിലാണ് അല്ലെ. കുജൻ നീചത്തിലാണ് നിൽക്കുന്നത്. വിവാഹ കാര്യങ്ങൾക്കൊന്നും അത്ര അനുകൂലമായ സമയമല്ല. നമുക്ക് വിവാഹ കാര്യങ്ങൾ സംബന്ധമായിട്ടൊരു ഡിസിഷൻസ്, കുടുംബത്തിലൊരു ഡിസിഷൻ ഒന്നും എടുക്കാൻ അത്ര അനുകൂലമായ സമയമല്ല. കുടുംബജീവിതത്തിലായാലും സ്ട്രെസ്സൊക്കെ ഉണ്ടാവുന്ന ടൈം എന്ന് പറഞ്ഞാൽ പുതിയ വിവാഹം കഴിഞ്ഞവർക്കായെങ്കിൽ പങ്കാളികൾ തമ്മിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അൺവാണ്ടഡ് ആയിട്ടുള്ള കൺഫ്യൂഷൻസ് ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കണം വെച്ചാൽ ഒരു പ്രശ്നത്തിനും വലുതാക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, ഇപ്പൊ നമ്മൾ ശ്രദ്ധിക്കണം വെച്ചാൽ 2 കൈ കൂട്ടടിച്ചാൽ മാത്രം ഒച്ച വെക്കുള്ളൂ. സോ ചില കാര്യങ്ങൾ കണ്ടില്ല കേട്ടില്ല എന്ന് തന്നെ വെക്കണം. ഇപ്പം നിങ്ങളുടെ പങ്കാളിയുടെ ആണ് രാശിയാണ് മീനൻ രാശിയെങ്കിൽ നിങ്ങളത് മനസ്സിലാക്കുക. ഇത് നിങ്ങളുടെ തന്നെ രാശിയാണ് അതെങ്കിൽ നിങ്ങൾ അതും മനസ്സിലാക്കുക. ഓക്കെ, ആരായാലും മനസ്സിലാക്കി വെക്കുക. നിങ്ങളുടെ പങ്കാളിക്ക് കൂടി ഇത് ഷെയറിങ് കൂടി ചെയ്ത് കൊടുത്താൽ അത്ര ഉത്തമം. കാരണം അത് മനസ്സിലാക്കി പെരുമാറി കഴിഞ്ഞാൽ ഒരു പ്രശ്നം വന്നു അതിനെ വലുതാക്കാതെ, ചിലപ്പോൾ ചെറിയ പ്രശ്നമായിരിക്കും, അതിന് ചെറിയ കണല് അതിങ്ങനെ ഊതി എന്താക്കുക
വലിയ കണലാക്കി വലിയ തീയാക്കി മാറ്റാതെ എന്ത് ചെയ്യുക, ചെറിയ കണലായിരിക്കുമ്പോൾ തന്നെ അവിടെ ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പൊ എന്താ, കെട്ടുപോകും, തീ കെട്ടുപോകും. അതേപോലെ ആ ചെറിയ പ്രശ്നത്തിനെ നമ്മളെ കൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ സോൾവ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പ്രശ്നം സോൾവ് ചെയ്യാൻ കൊണ്ടുവന്ന ആൾക്ക് അതിനും വലിയ പ്രശ്നം ആക്കി വിടുന്ന തരത്തിലാവില്ല. പക്ഷെ ആ ഒരു പ്രശ്നത്തിനെ മാക്സിമം വലിയ ആക്കാതെ ഒന്നെങ്കിൽ ആ ലെവലിൽ തന്നെ നിർത്തുക, അല്ലെങ്കിൽ അത് ഇല്ലാതെയാക്കുക, ആ പ്രശ്നത്തിനെ ഇല്ലാതെയാക്കുക, അങ്ങനെ ചെയ്യുക. ഓക്കെ, ഇപ്പൊ എന്താണ്, ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ്, ആ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി എടുക്കുക. രണ്ടുപേരും മനസ്സ് തുറന്ന് സംസാരിക്കാം, ഒരു മുൻധാരണയോടൊന്നും സംസാരിക്കാതെ മനസ്സ് തുറന്ന് ഓപ്പണായിട്ട് സംസാരിക്കുക, വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ. ഓക്കെ, എല്ലാ കാര്യവും മനസ്സിലാക്കി വരും. അത് സംസാരിക്കുമ്പോൾ അതിൽ കുടുംബാംഗങ്ങളൊക്കെ ഒന്നിച്ച് കുടുംബത്തിൽ മുതിർന്ന ആൾക്കാരൊക്കെ ഉണ്ട്, നല്ല വിദ്യാഭ്യാസമൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ഉണ്ട്, അവരെ സംസാരിപ്പിക്കുക. ഓക്കെ, അപ്പൊ ചിലപ്പോൾ ആ പ്രശ്നമൊക്കെ സോൾവ് ആയി പോകും. എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ ഇത്ര കുഴപ്പമില്ല. കാരണം ഒന്നാമത് ഈ സമയം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ സാധിക്കില്ല, അതാണ് പ്രശ്നം. ഒരാളൊരു കാര്യം പറഞ്ഞാൽ തോന്നും അത് വ്യക്തമായിട്ട് മനസ്സിലാക്കി എടുക്കാൻ സാധിച്ചെന്ന് വരില്ല. ഇപ്പം എന്താണ്, ഇപ്പം ഞാനിരുന്ന ഒരു കാര്യം പറയുന്നുണ്ടെങ്കിൽ പോലും അതുപോലെ നിങ്ങൾ മനസ്സിലാക്കുന്ന രീതി ചിലപ്പോൾ തെറ്റായിട്ട് രീതിയിലാക്കി നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കാം. സോ നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി കുറച്ച് മെഡിറ്റേഷൻസ് ഒക്കെ ചെയ്യുന്ന നല്ലതാണ്, ഈശ്വര പ്രാർത്ഥന ചെയ്യുന്ന നല്ലതാണ്. അതുപോലെ പ്രണയത്തിലൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ചെറിയ പ്രശ്നങ്ങളോ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് കേട്ടോ. അതുപോലെ സ്ത്രീകളെ സംബന്ധിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ടെൻഷൻ കൂടുന്ന സമയമായിരിക്കും ടൈം എന്ന് പറഞ്ഞാൽ, നെഗറ്റീവായ തോട്ട്സുകൾ അധികം വരുന്ന സമയമായിരിക്കും, ധാരാളം വരുന്ന സമയമായിരിക്കും, കുടുംബത്തിൽ നിന്നൊരു പ്രഷറൊക്കെ കൂടുന്ന സമയമായിരിക്കും, ശരീരത്തിലെ ജോയിൻസിൽ ഉണ്ടാകുന്ന പെയിൻസ്, ഹിപ്പ് പെയിൻസ് ഒക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. നിങ്ങൾക്ക് തലയ്ക്ക് മുകളിലൊരു ഭാരം അനുഭവപ്പെടുന്ന അവസ്ഥ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എല്ലാം കൂടി നിങ്ങളെ കൊണ്ട് ഒറ്റയ്ക്ക് സാധിക്കില്ല എന്നൊരു തോന്നലുണ്ടാവാൻ ചാൻസ് കൂടുതലുള്ള ടൈം തന്നെയാണ് ടൈം എന്ന് പറയാം. അതുപോലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കുമ്പോൾ അനാവശ്യ കാര്യങ്ങളൊന്നും ഇപ്പൊ തലയിടാൻ നിൽക്കണ്ട. നിങ്ങൾ നിങ്ങളുടെ ഫോക്കസ് പഠിത്തത്തിൽ മാത്രം ആക്കുക, വേറെ കാര്യത്തിലൊന്നും ഫോക്കസ് ചെയ്യാൻ നിൽക്കണ്ട. ഓക്കെ, ഒരു കാര്യത്തിലും വേറൊരു കാര്യത്തിൽ നിങ്ങൾ തലയിടാൻ നിൽക്കല്ല. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി നിങ്ങളുടെ പഠന റിലേറ്റഡ് കാര്യങ്ങൾ മാത്രം ഫോക്കസ് ചെയ്യാം. മൊബൈൽ യൂസ് ചെയ്തോണ്ട് പ്രശ്നമില്ല, റീൽസ്, ഷോർട്സ് അങ്ങനെ ടൈം കൺസ്യൂം ആയിട്ടുള്ള കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലതെന്ന് പറയുന്നത്. അതിൽ ആരോഗ്യ സംബന്ധമാക്കി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യം ഒന്ന് ടേക്ക് കെയർ നല്ലതാണ്. കാരണം ജന്മശനിയുടെ മോശമായ തീരുമാനങ്ങളൊന്നും എടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ തന്നെ സീനിയേഴ്സിനെ സംബന്ധിച്ച് പ്രായത്തിൽ മുതിർന്ന ഒരു 55-60 വയസ്സൊക്കെ ആയിട്ടുള്ളവരെ നോക്കിക്കഴിഞ്ഞാൽ നന്നായി പ്രാർത്ഥിക്കുക, ഈ സമയത്ത് പ്രെയർ ചെയ്യുക, മെഡിറ്റേഷൻസ് പ്രാക്ടീസ് ചെയ്യുക. മൊത്തത്തിൽ എന്തൊരു കാര്യം ചെയ്യുന്നതും ചിന്തിച്ച് മാത്രം ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് ഉത്തമമായിരിക്കും. അനാവശ്യമായ ചെലവുകളൊക്കെ നമ്മൾ മാക്സിമം ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, അനാവശ്യമായിട്ട് തോന്നുന്ന ചെലവുകളൊന്നും ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ചെലവുകൾ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത് കേട്ടോ മീനരാശിക്ക്. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ വലിയ ദോഷങ്ങളൊന്നുമില്ല. ഏപ്രിൽ മാസം എന്ന് പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ ഹാപ്പി ആയിട്ട് സന്തോഷത്തോടെ തന്നെ നമുക്ക് കവർ ചെയ്ത് നിൽക്കാൻ പറ്റും. കാരണം ഒരു പ്രശ്നമുണ്ടെന്ന് നേരത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ അത് കണ്ടറിഞ്ഞ് നമുക്ക് പെരുമാറാൻ സാധിക്കില്ലേ. അല്ല, ഞാൻ പറയാനുള്ള ഒരു സിംഗിളാണ് ഒരു പ്രഡിക്ഷൻ ഞാൻ ചെയ്യുന്നതെന്ന്. സോ ഈ സിഗ്നൽസ് മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ നമ്മുടെ ലൈഫും ഹാപ്പി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും കേട്ടോ. ഇപ്പൊ കുടുംബത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകും, ഒരു കുടുംബം ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നേ, അത് മനസ്സിലാക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, മനസ്സിലാക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല, അവിടെ കയറി ഓപ്പൺ ആയിട്ട് നമ്മളൊരു കാര്യം സംസാരിക്കാതെ അവിടെ എന്ത് ചെയ്യുക, നമ്മുടെ വീട്ടിലുള്ള മുതിർന്ന ആൾക്കാരും വിദ്യാഭ്യാസമുള്ള ആൾക്കാരോട് സംസാരിക്കുക. അല്ലെങ്കിൽ നല്ല സുഹൃത്ത് ബന്ധങ്ങളെന്ന് വെച്ചാൽ നമ്മുടെ ആ കുടുംബം നശിക്കുക എന്നുള്ള സുഹൃത്ത് ബന്ധമല്ല, നമ്മുടെ കുടുംബം നന്നായി കാണാൻ ആഗ്രഹിക്കുന്ന കുറച്ച് സുഹൃത്തുക്കൾ ഉണ്ടാവില്ല, അവരോട് സംസാരിക്കുക. അവർ സംസാരിച്ച് ചിലപ്പോൾ സോൾവ് ചെയ്യാൻ സാധിക്കും. ഇനി ഇതൊന്നും പറ്റിയില്ലെങ്കിൽ എന്ത് വിഷയം റിലേറ്റഡ് ആ റിലേറ്റഡ് ആയിട്ട് എക്സ്പെർട്ടുള്ള കൺസൾട്ടൻസ് ഉണ്ടാവുള്ളൂ, അവരുമായിട്ട് ഒന്ന് കൺസൾട്ട് ചെയ്യുക, ആ പ്രശ്നത്തിൽ സോൾവ് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. നല്ല ഈശ്വര പ്രാർത്ഥനയോടെ ഈശ്വര വിശ്വാസത്തോടെ മുന്നോട്ട് പോവുക. പറ്റുമ്പോഴൊക്കെ ക്ഷേത്ര ദർശനമൊക്കെ നടത്തുക കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ നക്ഷത്രമൊക്കെ വരുന്ന സമയത്ത് ക്ഷേത്ര ദർശനം രാവിലെ തന്നെ കുളിച്ച് ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചൊക്കെ വരിക. അന്ന് വൈകിട്ടും കൂടി പ്രാർത്ഥിക്കാൻ ക്ഷേത്രത്തിൽ പോകാൻ പറ്റുമെങ്കിൽ അത്ര നല്ലതാണ്. ഓക്കെ, വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല, എന്നേ എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്യാൻ പറ്റുന്നതല്ലേ ഉള്ളൂ. വേറൊരു കാര്യം പറയാണ്, നമ്മുടെ ബുക്കിങ്സ് നമ്മൾ സ്റ്റോപ്പ് ചെയ്തേക്കുവാണ് കേട്ടോ. സെപ്റ്റംബർ മാസം വരെയുള്ള ബുക്കിങ്സ് നമ്മൾ എന്ന് വെച്ചാൽ ജൂലൈ വരെയുള്ള ബുക്കിങ്സ് പോസ്റ്റ് ചെയ്തേക്കുവാണ്. എന്നുവെച്ചാൽ അവരുടെ ഒരു ഫില്ലായി. സോ ഇനി അതിന് കഴിഞ്ഞിട്ടുള്ളൂ. സോ ഇപ്പോഴേ നമുക്ക് അതിന് ഡേറ്റ് എടുത്ത് കൊടുക്കണ്ടല്ലോ. സോ അതുകൊണ്ട് എന്താണ്, നമ്മുടെ ബുക്കിംഗ് പോസ് ആയേക്കുവാണ്. സോ ഇപ്പം നമ്മൾ ബുക്ക് ചെയ്യാൻ വേണ്ടി കൺസൾട്ടേഷൻ ബുക്ക് ചെയ്യാൻ നോക്കി ഓഫീസിലേക്ക് വിളിച്ചാൽ ബുക്കിംഗ് കിട്ടുകയായിരിക്കില്ല. സോ നിങ്ങൾക്ക് ഒരു കാര്യം അത്ര ആവശ്യമാണ്, അത്ര അർജന്റായിട്ട് നിങ്ങൾക്ക് നോക്കണം എന്നൊരു കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എൻ്റെ അമ്മേനെ കൺസൾട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. രണ്ടുപേർക്ക് ഒരേ ഓഫീസ് നമ്പറാണ്, ഒരേ ഓഫീസിലേക്കാണ് കോൾ വരിക കേട്ടോ. സോ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ല വ്യക്തമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് എന്താണ്
നിങ്ങൾക്ക് അനുഭവിക്കുന്ന ഫലങ്ങളും അതുപോലെ എന്തൊക്കെ ദുരിതങ്ങളാണ് നിങ്ങൾ അനുഭവിക്കുന്നതൊക്കെ വരെ കൃത്യമായിട്ട് പറയും. അത് മാത്രമല്ല നമ്മൾ നോക്കുന്ന ജാതകം വെച്ചായിരിക്കില്ല. അതുകൊണ്ട് തന്നെ ജാതകം ഇല്ലാത്തവർക്കും പേര് നക്ഷത്രം അറിയില്ലെങ്കിൽ പോലും പേര് അറിയാമെങ്കിൽ പേരും അഡ്രസ്സും ഒക്കെ അറിയാമെങ്കിൽ തന്നെ എന്ത് ചെയ്യും അമ്മ നോക്കി പറയുന്നതായിരിക്കും കേട്ടോ. അമ്മ നമ്മുടെ പെൻഡുലർ ആസ്ട്രോളജിയും കുന്നിക്കുരു ആസ്ട്രോളജി ഒക്കെ ബേസിലാണ് പറയുക. ഓക്കെ, അപ്പം കൺസൾട്ട് ചെയ്യാൻ വേണ്ടി അമ്മേനെ കോൺടാക്ട് ചെയ്യുക. കാരണം എന്താ വെച്ചാൽ എൻ്റെ അപ്പോയിന്റ്മെന്റ് ഞാൻ എന്ത് ചെയ്യാം ഇവിടെ ക്ലോസ് ചെയ്യാണ്. അപ്പം സെപ്റ്റംബറിലേക്ക് നമുക്ക് ഇനി ഓപ്പൺ ചെയ്യാം കേട്ടോ. കാരണം വെച്ചാൽ നീട്ടി അപ്പോയിന്റ്മെന്റ് ഇട്ട് കൊടുത്തിട്ട് കാര്യമില്ലല്ലോ, അത്ര നാൾ വെയിറ്റ് ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യണം, അവരും അത് ഓർത്തിരിക്കണം. ഒത്തിരി നീട്ടുള്ള അപ്പോയിന്റ്മെന്റ് അല്ലേ. സോ അറിയാലോ, കൺസൾട്ടേഷൻ ഒന്നും ഞായറാഴ്ച ദിവസം മാത്രമേ ഉള്ളൂ. ഒരു ദിവസം എത്ര കൺസൾട്ട് ചെയ്യാൻ പറ്റും നമുക്ക്? കൂടിപ്പോയ ഒരു 10 കൺസൾട്ടേഷൻ വരെയൊക്കെ നമുക്ക് ഒരു ദിവസം മാക്സിമം പോകാൻ പറ്റും. കാരണം എന്നാലും നമുക്ക് വാല്യുബിൾ ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അതുകൊണ്ട് നമ്മുടെ ജൂലൈ വരെ ക്ലോസ്ഡ് ആണ്. സോ അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും അപ്പോയിന്റ്മെന്റ് സ്വീകരിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പം അതിന് മുമ്പ് നമ്മുടെ പ്രശ്നങ്ങൾ വിധികളൊക്കെ അറിയണം എന്ന് ആഗ്രഹിക്കുന്നവരെ അമ്മേനെ കോൺടാക്ട് ചെയ്യുക കേട്ടോ. അതുപോലെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഈ ഫലങ്ങളൊക്കെ കേൾക്കുമ്പോൾ പോസിറ്റീവ് ആണ് നെഗറ്റീവ് ആവുക എന്തും ആയിക്കോട്ടെ, ഞാനൊരു റെമഡി പറയാത്ത എന്താണെന്ന് വെച്ചാൽ, അതും നേരത്തെ പറഞ്ഞിട്ടുണ്ട് കുറെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. റെമഡി എന്ന് പറയുന്നത് കോമൺ ആയിട്ട് പറയാം. ഞാൻ നേരത്തെ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ വേണ്ടാന്ന് വെച്ച് കോമൺ ആയിട്ട് ആ ഒരു പെഡിഷൻ ഡിസ്പെൻസിപ്പെടുത്തി പറയുന്നതല്ലേ. ഓരോ വ്യക്തിപരക്ക് എളുപ്പം വേറെ പരിഹാരങ്ങൾ ചെയ്താവുന്നതാവും. അപ്പം കുറച്ചുകൂടി നമുക്ക് അക്യൂറേറ്റ് ആയിട്ടുള്ള മരുന്ന് നമ്മൾ കഴിക്കുന്നതല്ലേ നല്ലത്. അതുകൊണ്ടാണ് കോമൺ ആയിട്ടുള്ളൊരു റെമഡി പറയാത്തത് കേട്ടോ. അപ്പം റെമഡി നമുക്കിപ്പം നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, പ്രാർത്ഥിക്കുക, നമ്മൾ ഈശ്വര പ്രാർത്ഥനകളൊക്കെ കൃത്യമായിട്ട് നടത്തുക, നമുക്കറിയാവുന്ന മന്ത്രജപങ്ങളും കീർത്തനങ്ങളൊക്കെ പാരായണം ചെയ്യുക, ക്ഷേത്ര ദർശനം പറ്റുമ്പോഴൊക്കെ പോവുക. ഇനി ഒരു മാസം നമ്മളെ നക്ഷത്രം വരുന്ന ദിവസമെങ്കിലും മിനിമം പോയി ക്ഷേത്ര ദർശനമൊക്കെ നടത്തി നമ്മൾ എന്ത് ചെയ്യുക, തൊഴുത് നമ്മളാൽ പറ്റുന്ന യഥാശക്തി വഴിപാടുകളൊക്കെ നടത്തി ഈശ്വര വിശ്വാസം നല്ല ഭക്തിയോടെ പ്രാർത്ഥിച്ച് തിരിച്ചു വരിക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്തിയോടെ എന്ന് പറയുമ്പോൾ വേറൊരാൾക്ക് ദോഷം വരണം എന്ന് പ്രാർത്ഥിക്കാതെ നമുക്കും നമ്മുടെ കൂടെ നിൽക്കുന്നവർക്കൊക്കെ നന്മകളുമായ ഒരു ആരോഗ്യമൊക്കെ വരാൻ വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ച എപ്പോഴും മനസ്സിൽ പോസിറ്റീവ് നിറച്ചുകൊണ്ട് തന്നെ പോകണം. നമ്മുടെ മനസ്സിൽ എന്തൊക്കെ നെഗറ്റീവ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ക്ഷേത്രത്തിൽ ആ പടി ചവിട്ടുമ്പോൾ നമുക്ക് ആ ഉള്ളിന് ആ നെഗറ്റിവിറ്റി ഒക്കെ മാറി നമ്മൾ പോസിറ്റീവായിട്ട് നിറഞ്ഞു വേണം തിരിച്ച് ആ ഒരു നമ്മുടെ ആ അമ്പലത്തിന് ക്ഷേത്രത്തിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് അനുഭവിക്കേണ്ടത്. സോ എന്ത് ചെയ്യണം, എല്ലാ കാര്യങ്ങളും ഫ്രീ ആക്കുക, മൈൻഡ് ഫ്രീ ആക്കി തിരിച്ചു വരിക. ഇടയ്ക്ക് ടെൻഷനൊക്കെ വരുമ്പോൾ നമുക്ക് അടുത്തുള്ള ക്ഷേത്രം ഏതാണ് ആ ക്ഷേത്രത്തിന്റെ അടുത്തൊക്കെ പോയി ഒന്ന് പ്രാർത്ഥിച്ച് അവിടെ ഒന്നും കുറച്ച് നേരമൊക്കെ നമ്മൾ ഇരുന്നിട്ട് തിരിച്ച് ഒന്ന് മെഡിറ്റേഷൻ ഒക്കെ ചെയ്തിട്ട് തിരിച്ച് നമ്മുടെ വീട്ടിലേക്കൊക്കെ വരിക. ഓക്കെ, അപ്പൊ നമുക്ക് കുറച്ചുകൂടി ഒന്ന് പോസിറ്റീവായിട്ട് നമുക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. ഓക്കെ, ഒരു ടെൻഷനൊക്കെ വരുമ്പോൾ നമ്മൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യാൻ പറ്റുന്ന ആളുകളുണ്ട്, ഷെയർ ചെയ്യാൻ പറ്റുന്നില്ലേ നമ്മുടെ ആരാധന മൂർത്തിയോട്, നമ്മുടെ ഇഷ്ടദൈവത്തിനോട് നമുക്ക് എന്ത് ചെയ്യാം, സംസാരിക്കാം അല്ലെ. നമ്മുടെ മനസ്സറിഞ്ഞ് നമുക്ക് സംസാരിക്കാം, നമ്മുടെ ദുഃഖങ്ങളൊക്കെ തുറന്ന് സംസാരിക്കാം. അപ്പൊ ആ ദുഃഖങ്ങൾ തുറന്ന് ഒരാളോട് പറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആ ഒരു റിലീഫ് ഉണ്ടാവും. അത് നമ്മുടെ ജീവിതത്തിൽ നല്ലൊരു വഴികാട്ടിയായിരിക്കും കേട്ടോ. അപ്പൊ സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവാം. ദോഷഫലങ്ങളാണടുത്ത് ദുഃഖിക്കുകയോ നല്ല ഫലങ്ങളടുത്ത് ഓവർ എക്സ്പെക്ടേഷൻ ഒന്നും വേണ്ട. എല്ലാം ഒരു സമ്മിശ്രമായ രീതിയിൽ പോകാൻ മുന്നോട്ട്. അപ്പൊ സന്തോഷമായിട്ട് ജീവിതം ഹാപ്പി ആയിട്ട് നോക്കി കാണാൻ സാധിക്കും കേട്ടോ. പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ രാശിയിലെ ഓരോ രാശിക്കാർക്കും പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് ജാഗ്രതയായിട്ട് പോവാ കേട്ടോ. അപ്പം ഹാപ്പി ആയിട്ടിരിക്കുക, ഈശ്വര വിശ്വാസത്തോടെ നല്ല കർമ്മങ്ങളും സൽപ്രവൃത്തികളും സൽചിന്തയോടെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവാ കേട്ടോ.